കഴിഞ്ഞ ദിവസം അച്ഛൻ ഫുഡ് എടുക്കാനായിട്ട് മറന്നുപോയി. അങ്ങനെ ഞാൻ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഫുഡ് കൊണ്ടു കൊടുക്കാനായിട്ട് പോയപ്പോ അച്ഛൻ കിണർ കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഏകദേശം ഒരു തീരാറായി. അപ്പൊ ഞാൻ കയറി എന്നാ പിന്നെ വീഡിയോ എടുത്ത് നിങ്ങളെ കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പൊ ഞാൻ ചെല്ലുന്ന സമയത്ത് ഇനിയിപ്പോ ഒരു 3 റിങ്ങോട്ട് ബാലൻസ് ഇനി കുഴിക്കാനുള്ളൂ. അപ്പൊ കരയ്ക്ക് 3 പേരുണ്ട്. ഒന്ന് എന്റെ അച്ഛന്റെ 2 കൂട്ടുകാരാണ്. ഈ മഞ്ഞ ഉടുപ്പിട്ടതാണ് പൈജി ചേട്ടൻ, ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ളതാണ്. പിന്നെ ഈ ഒരു കയറ് വലിക്കുന്ന ചേട്ടൻ കണ്ട, അതെന്റെ കൂട്ടുകാരന്റെ അച്ഛനാണ്. ഞാനും അവനൊക്കെ പണ്ട് 8ാം ക്ലാസ്സിലൊക്കെ ഏകദേശം ഒരുമിച്ച് പഠിച്ചിരുന്നതാണ്. അവനിപ്പോ കാണാറില്ല. പുള്ളി നല്ല കമ്പനിയാണ് എന്തായാലും. പിന്നെ ഒരാളുള്ളത് എന്റെ അച്ഛന്റെ കൂട്ടുകാരന്റെ മകനാണ്. ആളിപ്പോ എഞ്ചിനീയറിങ് ഏതാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അവൻ എന്തോ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ എന്തോ പറഞ്ഞ് ലീവ് എടുത്തിട്ടാണ് ആൾ ഇവിടെ വന്നിട്ട് ഈ കിണർ പണിക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛനാണ് ഈ ഒരു കിണറിന്റെ അടിയിൽ ഇപ്പൊ നിലവില് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിങ്ങനെ മാറി മാറി ഇറങ്ങും. ഞാൻ ചെല്ലുമ്പോ അച്ഛനായിരുന്നു കിണർ കുഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ കിണറിന്റെ ഈ അറ്റത്ത് ഞാൻ നിൽക്കുമ്പോ എനിക്ക് അച്ഛനെ കാണാം. വീഡിയോ എടുക്കുമ്പോ ഇരുട്ടായത് കൊണ്ട് ഫോണില് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആണോന്നില്ല. ഇതിപ്പോ റിങ് ഇറക്കി വെച്ചേക്കണുണ്ട്. നമ്മളിത് ഈ കിണർ കുഴിച്ച് കഴിഞ്ഞിട്ടാണ് അവർ ഈ റിങ് ഇറക്കി വെക്കണത്. അതിനകത്ത് ഈ മണ്ണിങ്ങനെ മാറി കിടക്കണുണ്ട്. അതായത് നമ്മ ആദ്യം കരയ്ക്ക് മുകളിനെ കുഴിച്ച് വരുമ്പോഴുള്ള മണ്ണാണ് ഈ മഞ്ഞ കളറുള്ള മണ്ണ്. പിന്നെ ഒരു കുറെ അടിയങ്ങട് താന്ന് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു കറുത്ത മണ്ണ് കിട്ടും. ഈ ഒരു കറുത്ത മണ്ണിന് ഇവര് കണ്ടല് എന്നാ പറയാ. കണ്ടലിന് മുന്നേയും ഈ ഉറവുണ്ടാവും, കണ്ടല് കഴിഞ്ഞിട്ടും ഉറവുണ്ടാവും. കണ്ടല് കഴിഞ്ഞിട്ട് മണ്ണ് ഉണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം കിട്ടും എന്നാണ് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ കുറച്ചു നേരം അവിടേക്ക് നടന്നു. കാരണം നമുക്ക് ഇനി ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടിയതായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വണ്ടി വന്നു റിങ് ഇറക്കാനായിട്ടുള്ളത്. ആ ഒരു റെഡ് ഷർട്ട് ഇട്ടേക്കണല്ലേ, അതാണ് എന്റെ അച്ഛൻ. അത്യാവശ്യം നല്ല പ്രായമൊക്കെ ഉണ്ട്. കാണുമ്പോ ചെറുപ്പക്കാരനെ കൂട്ടി ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. 50 വയസ്സുണ്ട് ഇപ്പൊ. കണ്ടപ്പറയില്ല, മമ്മൂട്ടിയായിട്ടിരിക്കെ. അപ്പൊ ഇത് ഇത് പിറ്റേ ദിവസം ഉണ്ട്. ഇത് പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അവര് ഈ ഒരു അത്ര ഉണ്ടായിരുന്നു. അതായത് റിങ് ഇറക്കി ഏകദേശം കരയുടെ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ബാലൻസ് ഈ ഒരു 3 റിങ് മാത്രമേ ഇറക്കാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവരുടെ കിണർ പണി അത് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തു. ഈ ഓണർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ. ഓണർ പറയണ അവര് പെര പണിതിട്ട് വിൽക്കണ ആൾക്കാരാ. അപ്പൊ പല സ്ഥലത്തും കിണർ പണി കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പാമ്പ് പോലെയൊക്കെ വളഞ്ഞിരിക്കുന്നു. ഇത് നല്ല കറക്റ്റ് സ്ട്രൈറ്റ് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർക്ക്.